ചെന്നൈയിലെ നീലാങ്കരയിലെ ഈ വീട്ടിലാണ് വിജയ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ കരൂരിൽ നിന്നും അദ്ദേഹം തൃച്ചിയിലേക്ക് പോയി. അതിനുശേഷം ഈ വീട്ടിലേക്ക് ആണ് അദ്ദേഹം വന്നത്. അത് ഏതാണ്ട് രാത്രി ഒരു 11 മണി അല്ലെങ്കിൽ ഒരു 11:30 കൂടിയാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വന്നതിന് ശേഷം വലിയ പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. നിലവിൽ രാവിലെ ആ സുരക്ഷയ്ക്ക് ഒരു അയവുണ്ട്. എന്നാലും ഒരു 10-20 പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. രാവിലെ മുതൽ തന്നെ വിജയുടെ വീട്ടിലേക്ക് കയറുന്ന രണ്ട് വഴികൾ, ആ പ്രധാനപ്പെട്ട രണ്ട് വഴികളൊക്കെ അടച്ചിരിക്കുകയാണ്. ഈ വീട്ടിനകത്തുള്ളവർക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് അകത്തേക്ക് കയറാൻ ഒരു അനുമതിയുള്ളത്. അത്തരത്തിലാണ് പോലീസ് ഇവിടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം, ഇന്നലെ രാത്രി ചില ആരാധകരൊക്കെ വിജയുടെ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യത, ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരാധകർ വരാനുള്ള സാധ്യത, ഇതൊക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് നീലാങ്കരയിലെ ഈ വീട്ടിന് മുന്നിൽ ഇപ്പോൾ വലിയ പോലീസ് സംഘം തന്നെ ഉള്ളത്. അതിനുശേഷം അപ്പുറത്തായി മറ്റ് രണ്ട് ഇടവഴികളിലായി കൂടി ഈ വീട്ടിനകത്തേക്ക് കയറുന്ന പ്രധാനപ്പെട്ട വഴികളിലും ഒപ്പം തന്നെ ഇടവഴികളിലുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ട്. അപ്പോൾ അങ്ങനെ വിജയ് ഇപ്പോൾ ഏതാണ്ട് പോലീസിന്റെ കാവലിലാണ് എന്ന് പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെയും ഈ വീട്ടിന് നേരെ പലതവണ ആക്രമണമൊക്കെയും ഉണ്ടായിരുന്നു, കല്ലേറും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അത്തരത്തിൽ കല്ലേറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട്. ക്രിസ്റ്റീന ചോദിച്ചു വന്നത് വിജയ് ഏതെങ്കിലും തരത്തിൽ ഇന്ന് പരസ്യ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ്. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ ആ ഒരൊറ്റ എക്സ്പോസ് ഇട്ടതിനു ശേഷം വിജയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളൊക്കെയും ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക്, കരൂരിലെ ആശുപത്രിയിലേക്കൊക്കെ വരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും TVKയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും അവിടെ കണ്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വിജയ് ചെന്നൈയിലേക്ക് വരുന്നു, ആനന്ദിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല, അർജുന അഥവാ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇവരൊക്കെ ചേർന്നാണ് ഈ പരിപാടി ചാർട്ട് ചെയ്യുന്നതും വിജയെ കൊണ്ട് ഇതൊക്കെയും ചെയ്യിപ്പിക്കുന്നത്. അടുത്ത ഞായറാഴ്ചത്തെ പരിപാടിക്കുള്ള ചില മീറ്റിങ്ങുകളൊക്കെയും ഇന്ന് പനയൂരിലെ ഓഫീസിൽ നടക്കേണ്ടതായുണ്ട്. വിജയ് സാധാരണഗതിയിൽ ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾക്കൊക്കെയും എത്തുന്നത്. 1 മണിക്കൂർ അവിടെ യോഗത്തിനായി ചെലവഴിക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് വിജയ് എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ ഈ ഒരൊറ്റ ആൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അത് ഈ കരൂരിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആ ഒരൊറ്റ ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അത് 4 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ADGP സ്ഥിരീകരിച്ചു പറയുന്നില്ല. പക്ഷേ അത് ഏതാണ്ടൊക്കെയും തീരുമാനമായതാണ്. FIR ഇട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുൻപും ADGP പറഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ മാത്രം കേസ് വന്നിരിക്കുന്നു. പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവർക്കെതിരെ കൂടി കേസെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.